ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുല് ആ ശവപ്പെട്ടിയിലേക്ക് നോക്കുമ്പോൾ അതില് സേനന്റെ ബോഡി കാണുന്നില്ല. അങ്ങനെ രാഹുല് ആകെ അന്തം വിട്ട് നോക്കുകയാണ്. ബോഡി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹരിസാറ് ചോദിക്കുകയാണ്, അയ്യോ ബോഡി എന്തി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൽബി ചോദിക്കുകയാണ്, കിരണേ ബോഡി എന്തി എന്ന് ചോദിക്കുമ്പോൾ കിരൺ അയ്യോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഭാവത്തോടു കൂടി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും നന്നായി അഭിനയിച്ച് തകർക്കുന്നുണ്ട്. ആ സമയത്ത് രാഹുലാണെങ്കിൽ ആ ആംബുലൻസ് കൊണ്ടുവന്ന ആ പയ്യന്റെ ദേഷ്യപ്പെടുകയാണ്. അവനോട് ചോദിക്കുന്നുണ്ട്, എവിടെയാ ബോഡി എന്നും ചോദിച്ചിട്ട് അവനിങ്ങനെ ചീത്ത പറയുകയാണ്. ആ സമയത്താണ് മുകളിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി നമ്മുടെ ചന്ദ്രസേനൻ വരുന്നത്. എന്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ ബോഡി എന്താടാ ഇവിടെ ഉണ്ടറാൻ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ ചന്ദ്രസേനനെ കാണുമ്പോൾ രാഹുൽ ആകെ ഭയപ്പെട്ട് ആകെ അന്തം വിട്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നേരെ രാഹുലിന്റെ അരികിലേക്ക് ചന്ദ്രസേനൻ വന്നിട്ട് പറയാണ്, നിനക്ക് എൻ്റെ ബോഡിയല്ലേ കണ്ടത്, ദേടാ നിക്കണടാ എന്ന് പറയുന്നുണ്ട്. ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. അപ്പൊ എല്ലാവരും ചിരിക്കുകയാണ് ചെയ്യുന്നത്. രാഹുൽ അപ്പൊ രൂപയെ നോക്കുന്നുണ്ട്. രൂപ പറയുന്നുണ്ട്, രൂപ ഇങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി രാഹുലിനെ തന്നെ നോക്കി നിൽക്കാണ്. നീ എന്താ വിചാരിച്ചത്, എൻ്റെ ചന്ദ്രേട്ടനെ ഞാൻ അങ്ങ് കൊല്ലുമെന്നോ? നീ പറഞ്ഞു കഴിഞ്ഞാലും നീ ഇത്രയും നാളും എൻ്റെ ഭർത്താവിനെ നീ എന്നെ അകറ്റി നിർത്തി, തന്നെയല്ല എൻ്റെ മക്കളിൽ നിന്നൊക്കെ എന്നെയും എൻ്റെ ഭർത്താവിനെയൊക്കെ അകറ്റി നിർത്തി അദ്ദേഹത്തിന് ഒരു നിരപരാധിയായ അദ്ദേഹത്തിനെ നീ ചതിക്കുകയായിരുന്നു. ഈ സത്യങ്ങളെ കാരണട്ട് ഞാൻ കുറെ കാലമായി ഞാൻ എൻ്റെ ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുന്നത്, അത് യഥാർത്ഥ സ്നേഹം തന്നെയാണെന്നൊക്കെ രൂപ ഇങ്ങനെ പറയേണ്ടതെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ രാഹുലിനെ അവിടെ നിന്നും അടിച്ചിറക്കുകയാണ് രൂപ ചെയ്യുന്നത്. തള്ളിയിടുന്നുണ്ട് പുറത്തേക്ക്, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് ചന്ദ്രസേനനെ അന്ന് പണ്ട് ചന്ദ്രസേനനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത്, അതുപോലെ തന്നെയാണ് നമ്മുടെ രാഹുലിനെയും ചെയ്യുന്നത്. രാഹുലാണെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ എന്ത് ചെയ്യും, ആ ഗന്ധം വിട്ട് ദേഷ്യം സങ്കടം എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് പുറത്താണെങ്കിൽ അവരെത്തുകയാണ്. മറ്റാരുമല്ല, വിക്രവും അതുപോലെ തന്നെ പ്രകാശനും ചന്ദ്രസേനന്റെ ബോഡി കാണാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ സരയുവും ശാരിയും കൂടി എത്തുകയാണ്. അങ്ങനെ അവർ കാണുന്ന കാഴ്ച രാഹുലിനെ പുറത്തേക്ക് രൂപ തള്ളിയിടുന്നതാണ്. അത് കാണുമ്പോൾ അവർ ആ ഗന്ധം വിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ അവർക്ക് ആകെ ഒരു വല്ലാത്തൊരു ഇതാവുകയാണ്. എന്നിട്ട് ഇവരെയൊക്കെ നീ വിളിച്ചു വരുത്തിയതാവില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ചന്ദ്രസേനൻ നമ്മുടെ രാഹുലിനോട്. അതേ സമയത്ത് പറയുകയാണ്, ശാരി പറയുന്നുണ്ട്, നിങ്ങളോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ പെങ്ങളെ വിശ്വസിക്കരുത്, ഇപ്പൊ എന്താ ഈ കാഴ്ച കാണാനാണോ ഞങ്ങളോട് ഇങ്ങോട്ട് വരണമെന്ന് നിങ്ങൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ശാരി. അങ്ങനെ ശാരി പറയാണ്, വാ മോളെ നമുക്ക് പോവാമെന്നും പറഞ്ഞിട്ട് സരയുനെ വിളിച്ച് ശാരി അവിടെ നിന്നും പോവുകയാണ്. ശാരിക്കും സരയുനും പുറകെയായിട്ട് നമ്മുടെ പ്രകാശനും വിക്രവും കൂടി പോകുന്നുണ്ട്. അങ്ങനെ പ്രകാശനെയും വിക്രത്തിനെയും നോക്കി ഒന്ന് പരിഹാസത്തോടു കൂടിയുള്ള ചിരിക്കുകയാണ് കല്യാണി. അവളുടെ സന്തോഷം ഒരിക്കലും സഹിക്കാൻ പോലും പറ്റില്ലല്ലോ പ്രകാശനും വിക്രമിനൊക്കെ. അങ്ങനെ അവരും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ പുറകെയായിട്ട് രാഹുലും പോവുകയാണ്. അങ്ങനെ ഇവിടെ ഇനി പലതരത്തിലുള്ള വിള്ളലുകളും ഇവരെ ഇനി കരയിപ്പിക്കാനൊക്കെ തന്നെയാണ് വിക്രവും അതുപോലെ രാഹുൽ എല്ലാവരും ചേർന്ന് ഇനി ഈ കുടുംബത്തെ നശിപ്പിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. എന്തായാലും കാത്തിരുന്ന് കാണാം. Okay friends, bye, thank you.